മലയാളികളുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് അറിയോ? നമുക്കൊരു ജോലി കിട്ടാൻ കാത്തിരിക്കും നമ്മൾ ലോൺ എടുക്കാൻ. പ്രത്യേകിച്ച് വീട് വെക്കാനായിട്ട്. ഗൾഫിൽ പോയി ജീവിതത്തിന്റെ പകുതി ആയുസ്സ് നഷ്ടപ്പെടുത്തിയവരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാല്, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം കളഞ്ഞ് അവരുണ്ടാക്കുന്ന സമ്പാദ്യം മുഴുവൻ അവര് വീട് വെച്ച് നശിപ്പിക്കും. വീട് വെച്ച് കളയും ആ പൈസ. എന്നിട്ട് പറയുന്നതാണ്, വീടെന്ന് പറഞ്ഞ സ്വപ്നമല്ലെന്ന്. എന്ത് സ്വപ്നം? ജീവിക്കാനുള്ള ഒരു പാർപ്പിടം അല്ലെങ്കിൽ ഒരു വാസസ്ഥലം ഉണ്ടാക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്ന ആയുസ് മുഴുവൻ മാറ്റി വെക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കുറേ ബാങ്കുകാർ കൊണ്ടുപോകും. കുറേ ലോൺ അടച്ച് തീരുമ്പോഴേക്കും നമ്മളുടെ ജീവിതവും തീരും. എന്തിനീ മണ്ടത്തരം കാണിക്കുന്നത്? നമ്മൾക്ക് ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. നമ്മുടെ സമ്പാദ്യം മുഴുവൻ നമ്മൾ വീടിന് വേണ്ടിയിട്ടെന്നല്ല, വീട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയിട്ട് അതിനകത്ത് നമ്മൾ കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് നമ്മുടെ ആയുസ് മുഴുവൻ നശിപ്പിച്ച് നമ്മൾ മരുഭൂമിയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കഷ്ടപ്പെടുന്നത്? എന്നിട്ട് എന്താ ചെയ്യുന്നത്? വലിയ വീട് വെച്ചിട്ട് നമ്മുടെ സമ്പാദ്യം മുഴുവൻ മുടക്കി വലിയ വീട് വെച്ചിട്ട് ഒരു ആശുപത്രി കേസ് വരുമ്പോൾ നമ്മൾ കടം മേടിക്കാൻ നടക്കും. കൊട്ടാരം പോലത്തെ വീട്ടിൽ താമസിക്കുന്നവൻ കടം മേടിക്കാൻ നടക്കും. ഇല്ലെങ്കിൽ ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചിട്ട് ലോൺ അടക്കാൻ നടക്കും. ഇതല്ലേ സത്യം? ഒരാവശ്യം വരുമ്പോൾ കൈ കാശ് കാണത്തില്ല. അപ്പൊ ആളുകൾ എന്താ പറയുന്നത്? വലിയ വീടും പത്രാസും ഒക്കെ ഉണ്ട്, പക്ഷെ കൈ പൈസയില്ല. അത് ആരുടെയും കുഴപ്പമില്ല. ആ പറയുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ചെയ്യുന്ന തൊഴിലിന് നമുക്ക് കിട്ടുന്ന വേതനം എങ്ങനെ ചെലവാക്കുന്നു നമ്മളാ തീരുമാനിക്കേണ്ടത്. നമ്മൾ പോയിട്ട് മണിമാളിക പോലത്തെ വീട് വെക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ ആളുകൾ കാണുന്ന കാഴ്ചപ്പാടും അത് തന്നെയായിരിക്കും. ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റൊരു ചടങ്ങിനോ നമ്മളെ വിളിച്ചാലും നമ്മൾ ആ റേഞ്ചിൽ നിന്നുകൊണ്ടേ നമ്മൾ സംഭാവന കൊടുക്കാൻ പറ്റുള്ളൂ. സത്യമല്ലേ? 2 നില വീടുള്ളവൻ കൊണ്ടുവന്നിച്ചും 500 രൂപ ഒരു കല്യാണ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നതായിരിക്കും, അവൻ്റെ വീടും പത്രസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്, പക്ഷെ അവൻ കൊണ്ട് തന്നത് വെറും 500 രൂപ എന്ന് പറയും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. ഒരു സംഭാവന, ഒരു പാർട്ടി പിരിവിന് വരുന്നവരും പിന്നെ അവരാവശ്യപ്പെടുന്നതും അവർ പ്രതീക്ഷിക്കുന്നതും വലിയ എമൗണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ മെയിൻ്റനൻസ്. പക്ഷെ നമുക്കെല്ലാം അറിയാമല്ലോ നമ്മൾ ലോൺ എടുത്താൽ വെച്ചതെന്ന്. ഗൾഫിൽ പോണവർ മാത്രമല്ല കേട്ടോ, ഗവൺമെന്റ് ജോലിക്കാരും. എങ്ങനെയെങ്കിലും കുത്തിയിരുന്ന് പഠിച്ച് പാസ്സായി ഒരു ജോലി നേടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ലോൺ എടുത്തൊരു വീട് വെക്കുക. എന്തിനു വേണ്ടിയിട്ട്? ജീവിക്കാൻ ഒരു പാർപ്പിടം എന്ന് പറയുന്നത്, നമ്മൾക്ക് ജീവിക്കാൻ, സുന്ദരമായിട്ട് ജീവിക്കാൻ ഒരു വീട്, അതൊരു ചെറിയ രീതിയിലൊരു വീട് വെച്ചാൽ പോരെ. എന്തിനു വേണ്ടിയിട്ട് മണിമാളിക വെച്ചിട്ട് അത് ബാങ്കുകാർക്ക് കൊടുക്കുന്നു, ഉറങ്ങാതിരിക്കുന്നു? എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവര്, അല്ലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവര്, അവരുടെ ആയുസിന്റെ നല്ലൊരു ഭാഗം വീട് വെച്ച് നശിപ്പിച്ചിട്ട്, ആ പൈസ കൊണ്ട് നശിപ്പിച്ചിട്ട്, അവരുടെ പ്രായമായ അപ്പനും അമ്മയ്ക്കും സ്റ്റെയർ കേസ് പോലും കയറാൻ പറ്റില്ല. അവർ താഴത്തെ ഏതെങ്കിലും ഒരു മുറിയായിരിക്കും ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇവര് ഫാമിലി ആയിട്ട് കുടുംബവും കുട്ടികളെയും കൊണ്ട് നേരെ വിദേശത്ത് പോയിട്ട് ഒരു ഫ്ലാറ്റിൽ ഒതുങ്ങിക്കൂടി ജീവിക്കും. ആ ലോൺ കാലാകാലം വരെ ഇങ്ങനെ അടച്ചുകൊണ്ടേയിരിക്കും. ഇത് ആർക്ക് പ്രയോജനം? നമ്മളുടെ ജോലി ചെയ്യുന്ന പണം സ്ഥലം മേടിച്ചിട്ട് അത് ആർക്കെങ്കിലും ഉപകരിക്കും. ഇല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ മറിക്കാം. പക്ഷേ വീടിന് വേണ്ടിയിട്ട് മുടക്കുന്നത് ഡെഡ് മണിയാണ്. അത് നമ്മൾ അനാവശ്യമായിട്ട് മുടക്കുന്നത്. ആവശ്യത്തിന് ഒരു വീട് വെച്ചാൽ അത് നല്ല കാര്യം തന്നെയാണ്.